ഞാൻ ഡോക്ടർ വിനോദ് ബാബു, മെഡിക്കൽ ഡയറക്ടർ, കണ്ണൂർ ആയുർവേദിക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൽപ്പറ്റ, വയനാട്. റിട്ടയർഡ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഫ്രം കേരള ഗവൺമെൻറ്. ഇപ്പോൾ അടുത്ത കാലത്തായി മറ്റുള്ള സിസ്റ്റം, എല്ലാ മെഡിക്കൽ സിസ്റ്റവും തമ്മിലൊരു സ്പർദ്ധ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട്, ഓരോ സിസ്റ്റവും ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരു സിസ്റ്റവും 100% പെർഫെക്റ്റ് ആയിട്ടല്ല ഇന്ന് നടന്നു വരുന്നത്. ഓരോ സിസ്റ്റത്തിനും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എല്ലാ സിസ്റ്റവും മനുഷ്യരാശിക്ക് നല്ല രീതി പ്രദാനം ചെയ്യുന്നതിനുള്ള ചികിത്സാ രീതികളാണ് എല്ലാ സിസ്റ്റത്തിലും ഉള്ളത് എന്നുള്ള ഇത് മനസ്സിലാക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളുടെ ആവശ്യം. ഇന്ന് ഒരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ മറ്റുള്ള സിസ്റ്റത്തെ കുറ്റം പറയുന്നത് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നു. അത് എന്തുകൊണ്ടാണെന്നാൽ, ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ കഴിഞ്ഞ 45 വർഷമായിട്ട് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ഗവൺമെൻറ് സർവീസിൽ 32 ഇയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഡോക്ടർമാരുടെ ബാഹുല്യം കൂടി വരുന്നു. എല്ലാ ഡോക്ടർമാർക്കും അവരവരുടെ പ്രാക്ടീസ് പിടിച്ചു നിർത്താൻ വേണ്ടി എല്ലാവിധ പൊളിറ്റിക്സും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അല്ലാതെ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ആയുർവേദ ശാസ്ത്രം അന്നത്തെ രീതിയിൽ ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അന്നത്തെ അതേ മരുന്നുകളാണ് ഇപ്പോഴും പലപ്പോഴും ഉപയോഗിക്കുന്നത്. അതിൻ്റെ എഫിക്കസി ഇന്നും നമ്മൾക്ക് ലഭ്യമാണ്. അതുകൊണ്ട് അന്യോന്യം കുറ്റം പറയാതെ അവരവരുടെ സിസ്റ്റം മാത്രം പ്രാക്ടീസ് ചെയ്ത് സുഖമായിട്ടുള്ള ഒരു പ്രവണത ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുകയാണ് നല്ലത്. അന്യോന്യ സ്പർദ്ധ വയ്ക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും മറ്റുള്ള സിസ്റ്റത്തിനെക്കുറിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെറ്റുകളും കുറ്റങ്ങളും കാണാം. അത് സ്വാഭാവികമാണ്. ഒരു സിസ്റ്റവും പെർഫെക്റ്റ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ഏത് സിസ്റ്റമായാലും അവരവരുടെ സിസ്റ്റത്തിൽ പ്രാവീണ്യം കാണിക്കുകയും അവരവരുടെ സിസ്റ്റം മനുഷ്യർക്ക് ഉതകുന്ന രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് വേണ്ടത്. അന്യോന്യം കുറ്റം പറയുകയല്ല, കുറ്റം പറയാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.